ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മൗറീഷ്യസിലേക്കുള്ളൊരു ട്രിപ്പിലാണ്. ഞാൻ മൗറീഷ്യസ് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഓൺ അറൈവൽ വിസ അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പാക്ക് ചെയ്യുക, എയർപോർട്ടിലേക്ക് പോവുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഫ്ലൈ ചെയ്യുക. ഞങ്ങൾ ഫ്ലൈ ചെയ്യുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ടെർമിനൽ 2 ആണ്. അത് വളരെ ന്യൂ ആയിട്ടുള്ളൊരു എയർപോർട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു വ്യൂ. Terminal 2. Singapore is the biggest. ബാംഗ്ലൂർ ടെർമിനൽ 2. ഇതാണ് ടെർമിനൽ 2. നമ്മൾ ഇൻ്റർനാഷണൽ ട്രാവലിങ്ങിന് മൗറീഷ്യസിലേക്ക്. അങ്ങനെ ഞങ്ങൾ ടെർമിനൽ 2-ലെത്തി. അങ്ങനെ എയർപോർട്ടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ബോർഡിംഗ് പാസ് എടുക്കാൻ പോവുകയാണ്. ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം നമ്മൾ ഇൻ്റർനാഷണൽ ട്രാവൽ ആയതുകൊണ്ട് എമിഗ്രേഷൻ ഉണ്ട്. അങ്ങനെ ടെർമിനലിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രിപ്പിലെ ഏറ്റവും സന്തോഷം ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡാഡിയും മമ്മിയും എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അങ്കിളും ആൻറ്റിയും ഞങ്ങളുടെ കൂടെ മൗറീഷ്യസിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. നമ്മളെക്കാളും സീനിയേഴ്സ് ആണെങ്കിലും മനസ്സുകൊണ്ട് അവർ നമ്മളെക്കാളും വളരെ ചെറുപ്പമാണ്. അങ്ങനെ നമ്മൾ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോർഡിംഗ് പാസിൽ വന്നിട്ടുള്ള ഗേറ്റിൻ്റെ അവിടേക്ക് മൂവ് ചെയ്യാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ 6 hours, കേരളത്തിൽ നിന്നാണ് ട്രാവൽ ചെയ്യുമെങ്കിൽ ഓൾമോസ്റ്റ് 1 hour ലെസ്. അങ്ങനെയാണ് നമുക്ക് മൗറീഷ്യസിലേക്കുള്ള ഫ്ലൈയിങ് ടൈം വരുന്നത്. അങ്ങനെ നമ്മൾ മൗറീഷ്യസിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഇൻഡിഗോയിലാണ്. അതിന് കാരണം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടിക്കറ്റ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. മൗറീഷ്യസിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് എമിഗ്രേഷനാണ്. അതിന് നമുക്കൊരു ഫോം സബ്മിറ്റ് ചെയ്യണം. ഒരു ഹെൽത്ത് ഫോമാണ്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റാമ്പ് ചെയ്ത് തരും. നമുക്ക് അത് വെച്ച് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. പിന്നീട് വേണ്ടത് നമുക്കൊരു മൊബൈൽ സിമ്മാണ്. അത് നമുക്ക് അവിടെ തന്നെ എയർപോർട്ടിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ക്യൂവിൽ നിൽക്കുകയാണ്. ഞാൻ ആ സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പിയാണ് അവർ ചോദിക്കുക. അവർ തന്നെ കോപ്പി അതിൻ്റെ എടുത്തോളും. ജസ്റ്റ് ഒരു 750 മൗറീഷ്യൻ റുപ്പീസാണ്. അതായത് ഒരു 1300 റുപ്പീസ് നമ്മുടെ ഇന്ത്യൻ മണിയാണ്. ഒരു മാസത്തേക്കുള്ള 200 GB ഒരു സിം കാർഡ് കിട്ടാൻ. എംടെലിൻ്റെ സിം കാർഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഈസി ആയിരുന്നു. ഇതിന് 5 minutesനുള്ളിൽ നമുക്ക് സിം കാർഡ് കിട്ടി. അത് നെറ്റ് ആക്ടിവേറ്റ് ചെയ്തു. നമ്മൾ എയർപോർട്ടിന് പുറത്ത് കിടക്കുമ്പോൾ തന്നെ നമുക്ക് മൗറീഷ്യസിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ കാർഡ്സുകൾ അവൈലബിൾ ആണ് അവിടെ. അത് എല്ലാതും ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഏതൊക്കെ സ്ഥലത്തേക്ക് പോകണം എന്നുള്ള പ്ലാനിങ്സ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും പോകാൻ താല്പര്യമുള്ളവർ ആ കാർഡുകളും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് നോക്കിയിട്ട് അത് എടുക്കുകയും ചെയ്യണം. പിന്നീട് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാർ റെൻറ്റിലാണ്. ഞാനൊരു കാറ് റെൻ്റ് എടുക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് അവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബ് വിളിക്കുകയാണെങ്കിൽ ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന ഡേറ്റ് വരെ ഉള്ള ഒരു ക്യാബ് ഞാൻ ബുക്ക് ചെയ്തു. അധികം കോസ്റ്റ് ഒന്നും വന്നില്ല. നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് ആ കാർ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. റോഡ്സ് എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലാവരും ട്രാഫിക് റൂൾസ് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഇന്ത്യ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് സുഖമായിട്ട് അവിടെ യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങൾ റെൻറ്റിനെടുത്ത വീട്ടിൽ വന്നു. അവിടെ നിന്ന് ആദ്യമായിട്ട് വന്ന സ്ഥലം ബ്ലൂ ബേ ബീച്ചാണ്. ആ ബീച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ കാമായിട്ടും നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ്. നമുക്കവിടെ ഹോട്ടൽസ് അവൈലബിൾ ആണ്, ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. നല്ലൊരു ബീച്ച് ഫെസിലിറ്റി അവിടെയുണ്ട്. അങ്ങനെ ആ ഒരു അന്നത്തെ ദിവസത്തെ ഒരു ഈവനിങ് നമ്മൾ ബ്ലൂ ബേ ബീച്ചിലാണ് സ്പെൻഡ് ചെയ്തത്. അതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ദിവസം ഇൻ മൗറീഷ്യസ്. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, മൗറീഷ്യസിൽ വരുന്നവരോട് പ്രത്യേക ശ്രദ്ധിക്ക്. പുറത്തുനിന്നുള്ള ഹോട്ടൽസിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. അതിനേക്കാൾ കുറവ് എക്സ്പെൻസ് വരുന്നത് നമ്മുടെ മോൾസിൽ പോയിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ കോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പ്ലാൻ ചെയ്യാം.
അപ്പോൾ എല്ലാവരോടും താങ്ക്സ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അടുത്ത ദിവസത്തെ മൗറീഷ്യസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ കാണാൻ മറക്കരുത്.